ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു മലയാണ്. പേര് കനകമല. ഇത് കണ്ണൂർ ജില്ലയിലെ മേക്കുന്നാണ് സ്ഥിതി ചെയ്യുന്നത്. എൻ്റെ വീട്ടിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ഒരു മല സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായി വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇത്. ഞാനും എൻ്റെ ബ്രദറിൻ്റെ മക്കളായ ഹനയും നഫയും കൂടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. പെട്ടെന്ന് തോന്നിയ ഒരു തോന്നലാണ്. വൈകുന്നേരം നമുക്ക് എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചിട്ട് നിന്നതാണ്. അപ്പോൾ അടുത്തുള്ളത് കനകമലയാണ്. അങ്ങനെ ഞങ്ങൾ ബസ്സിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ ഒരു മലയുടെ താഴ്വാരത്ത് തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങിയതിന് ശേഷം എന്താ മല കയറുകയാണ്. ഇവിടെയൊക്കെ താറിട്ട ഈ ഒരു മലയുടെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ നിങ്ങൾ വൈകുന്നേരം വരണം. അല്ലെങ്കിൽ നല്ല വെയിലായിരിക്കും, നമുക്ക് നല്ല ക്ഷീണം അറിയാനും ഉണ്ടാകും. അപ്പോൾ വൈകുന്നേരം വരികയാണെങ്കിൽ സൺസെറ്റും പിന്നെ ഈ ഒരു ഇളം കാറ്റൊക്കെ കൊണ്ട് നടക്കാൻ നല്ല സുഖമാണ്. പിന്നെ ഈ ഒരു സംഭവമാണ് നുള്ളിക്ക. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ? എൻ്റെ എല്ലാം ചെറുപ്പത്തിൽ ഞങ്ങൾ ഒരുപാട് പറിച്ച് തിന്നിട്ടുള്ള സംഭവമാണിത്. പേര് നുള്ളിക്ക എന്നാണ്. ഇപ്പോൾ എവിടെയും കണി കാണാൻ പോലും കിട്ടുന്നില്ല. അപ്പോൾ അന്ന് അവിടെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ അവിടെ കിട്ടിയ മൊത്തം ഞങ്ങൾ പറിച്ച് എടുത്ത് കഴിക്കുകയായിരുന്നു. പിന്നെയല്ലേ എൻ്റെ കൂടെ വന്നിട്ടുള്ള ഇവരില്ലേ, എൻ്റെ ബ്രദറിൻ്റെ മക്കൾ നപ്പു ഹനയും, അവർക്ക് ഇതിനെപ്പറ്റി അറിയുന്നില്ല. അപ്പോൾ ഞാനിത് പറിക്കുന്നത് കണ്ടിട്ട് അവർ ഭയങ്കര ആശ്ചര്യത്തോടെ നോക്കുകയാണ്, ഇതെന്താ സംഭവം എന്നൊക്കെ. പണ്ട് ഞാൻ ട്യൂഷനൊക്കെ പോകുന്ന സമയത്ത് അടുത്തുള്ള വീടുകളിലൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു ഇത്. അപ്പോൾ ഇന്ന് എല്ലാം മതിൽ കെട്ടി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പണ്ട് മതിലൊന്നും കെട്ടിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ഒരു ഇതിലൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ഇത് പറിച്ച് കഴിക്കലാണ്. ചില സമയങ്ങളിൽ ഞങ്ങൾ ഇങ്ങോട്ട് അടിവരെ ആകാറുണ്ട് ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്താ പറയുക, ഈ ഒരു യാത്ര ആ ഒരു കാലം ഓർമ്മിച്ചെടുക്കാനുള്ളൊരു എന്താ പറയുക നിമിത്തം കൂടിയായിട്ടുണ്ട്. പിന്നെ ഇവരൊക്കെ എന്നെ വല്ലാതെ തമാശയാക്കാന്നുള്ള കാട്ടുചെടികളും പഴങ്ങളൊക്കെ പറിച്ചു. താഴെ നിന്നും ഏകദേശം 1 കിലോമീറ്ററോളം ദൂരമുണ്ട് മലയുടെ ടോപ്പിലേക്ക്. അപ്പോൾ ഞങ്ങൾ ഇത് ആസ്വദിച്ച് നടക്കുകയാണ്. ഇതിലൂടെ വാഹനങ്ങൾ പോകുന്നുണ്ട്. ട്രക്കിങ് ഇഷ്ടമുള്ള ആളുകൾക്ക് താഴെ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് നടന്നു വരാം. ഇല്ലെങ്കിൽ വാഹനത്തിലാണെങ്കിൽ അങ്ങനെയും വരാം. പിന്നെ പിക്നിക്കിനൊക്കെ പറ്റിയ സ്ഥലമാണ് ഇവിടെ.
ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടോ ഒന്ന് ചുമ്മാ അടിച്ചു പൊളിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ കനകമലയിലേക്ക് വിട്ടോ. അടിപൊളി സ്ഥലമാണ്, അടിപൊളി അന്തരീക്ഷമാണ് അവിടെ. പിന്നെ ഇവിടെ വെള്ളവും ഫുഡൊന്നും കിട്ടൂല, പിന്നെ അക്കോമഡേഷനും ഇല്ലാത്തതാണ്. അപ്പോൾ ഇതാ നിങ്ങൾ മലയുടെ ടോപ്പിലെത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇതിൻ്റെ ഒരു ഭംഗി. പിന്നെ അന്ന് അവിടെ ഒരു പ്രോഗ്രാമും കൂടി നടക്കുകയായിരുന്നു. CPM പാർട്ടിയുടെ എന്തോ ബാലസംഘം പരിപാടി ആണെന്ന് തോന്നുന്നു. പിന്നെ അപ്പോൾ അന്ന് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവിടെ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ ഈ ഒരു മലയുടെ ടോപ്പിൽ സ്ഥിതി ചെയ്യുന്നതാണ് നാരായണ മഠം. പണ്ട് കാലത്ത് ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായ ഒരു സ്വാമി എന്തോ പേരുണ്ട്, സ്വാമി നിത്യാനന്ദ എന്ന് പറഞ്ഞിട്ടുള്ള എന്തോ ഒരു പേരാണ്. അപ്പോൾ അദ്ദേഹം നിർമ്മിച്ചിട്ടുള്ള ഒരു മഠമാണ് ഇത്. പുരാതനമായിട്ടുള്ള ഒരു മഠമാണ്. നിരവധി ഐതിഹ്യങ്ങൾ കൊണ്ട് സമ്പന്നമായിട്ടുള്ള പ്രദേശമാണ് ഈ കനകമല. പിന്നെ ഈ ഒരു ഗുരുകുലത്തിൽ നമുക്ക് വീഡിയോ അലൗഡ് അല്ല എന്നവിടെ എഴുതിയിട്ടുണ്ട്. ഞങ്ങളെ പിന്നെ അവിടെ എത്തി ചെറുതായിട്ടൊന്ന് ഓരോ ഭാഗം കൂടി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ആ ഒരു എഴുത്ത് കണ്ട പിന്നെ അധികം വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല. പിന്നെ അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഇവിടെയാണ് നമുക്ക് വ്യൂ പോയിൻ്റ് വരുന്നത്. ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് വയനാടൻ മലകളും മാഹിപ്പുഴ ഈ ഒരു ടോപ്പിൽ നിന്നും കുറച്ച് താഴെയായിട്ട് ഒരു ഗുഹ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിപുരാതനമായിട്ടുള്ള നിരവധി ഐതിഹ്യങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ള ഒരു ഗുഹയാണ് അത്. അപ്പോൾ ഞങ്ങൾ അവിടത്തേക്ക് പോവുകയാണ്. ഫുള്ള് ഒരു വനാന്തരം പോലെയാണ് ഇവിടെ. ഒരാൾക്ക് മാത്രം നടക്കാനുള്ള വഴി മാത്രമേ ഉള്ളൂ, ചുറ്റിലും കാടാണ്. അപ്പോൾ ഞങ്ങൾ അന്ന് പോയപ്പോൾ അവിടെ കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയാണ് അവിടെ പോയിട്ടുള്ളത്. ആ ഗുഹയ്ക്ക് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ആ ഗുഹയിലൂടെ നടക്കുകയാണെങ്കിൽ കുറേ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ അത് 3 വഴിയായിട്ട് പിരിയുമെന്നും ഓരോ ഭാഗത്ത് എത്തിപ്പെടും. അതിലൊന്ന് ഏതൊരു കടൽ, പിന്നെ എന്തൊക്കെയോ അങ്ങനെ 3 വഴികളാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെങ്കിൽ അതിലൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ വഴി തെറ്റും, തിരിച്ച് വരാൻ അറിയൂല. അങ്ങനെയൊക്കെ ഒരു പേടിപ്പെടുത്തുന്ന ഒരു കഥകളായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ ഗുഹയുടെ കുറച്ച് ഭാഗത്ത് മാത്രം, കുറച്ച് മുന്നോട്ട് ഭാഗം മാത്രമാണ് നടക്കാൻ പറ്റുള്ളൂ. ബാക്കി അതിന് ശേഷം അവർ കല്ലിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് ആ വഴി.
ഇസ്ലാമിക ചരിത്രപ്രകാരം അലിൽ സൂഫി എന്ന് പറയുന്ന സൂഫി വര്യൻ ഈ ഞങ്ങളിതാ കല്ലും മുള്ളും കാടും ഒക്കെ നിറഞ്ഞ വഴികളിലൂടെ ഒരു ഗുഹ കാണാൻ പോവുകയാണ്. പൊതുവെ കാലിന് ചെറിയൊരു പരിക്ക്, എൻ്റെ കാലായാലും ചെറിയ പരിക്കുണ്ട്. പിന്നെ ഹനയുടെ കാലും അതുപോലെ നല്ല വേദനയാണ്. കാരണം NSSൻ്റെ പ്രോഗ്രാം കഴിഞ്ഞ് NSSൻ്റെ ക്യാമ്പ് ഉണ്ടായിരുന്നു അവർക്ക്. അപ്പോൾ ആ ക്യാമ്പിൽ ഇത് ഫുള്ള് നടത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് കാല് വേദനയായിട്ട് വന്നതാണ്. അപ്പോൾ ക്യാമ്പ് കഴിഞ്ഞ പിറ്റേ ദിവസമാണ് ഞങ്ങൾ ഇവിടത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെ കാലും ഏകദേശം ഒരുപോലെയാണ്. ചെറിയ വേദനയും പരിക്കുമായിട്ടൊക്കെയാണ് ഞങ്ങളിത് നടക്കുന്നത്. എന്നാലും ഈ ഒരു ഗുഹ അല്ലെങ്കിൽ ഈ ഒരു ഭാഗം കാണണം എന്നുള്ള ഏറ്റവും ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ അതൊന്നും കാര്യമാക്കാതെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ ഞങ്ങൾ ഗുഹയിലേക്ക് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ അധികം അങ്ങോട്ട് ഇറങ്ങിയിട്ടൊന്നുമില്ല, ചുമ്മാ ഈ ഒരു ഗുഹേൻ്റെ കവാടത്തിൻ്റെ അടുത്ത് മാത്രം പോയി ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് ഇങ്ങോട്ടേക്ക് വന്നു എന്ന് മാത്രം. പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ആരെങ്കിലും ഇവിടെ കനകമല സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു മല കാണാതെ പോകരുത്. മലയല്ല, ഈ ഒരു ഗുഹ കാണാതെ പോകരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും പുരാതനമായിട്ടുള്ളൊരു ഗുഹയാണ് ഇത്. പിന്നെ ഇവിടെ കാണാനുള്ള ഒരു സംഭവം കൂടിയാണ് ഈ ഒരു ഗുഹ. അങ്ങനെ ഞങ്ങൾ ഗുഹയൊക്കെ കണ്ട് തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയിൽ നേരത്തെ കുറേ കുട്ടികളെ കണ്ടിട്ടില്ലേ, അവിടെ ഒരു ബാലസംഘ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അവർ മേലെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗുഹ കാണാൻ പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് നടക്കേണ്ട വീതി മാത്രമാണ് ഈ ഒരു വഴിയിലുള്ളൂ. അപ്പോൾ താഴെ നിന്ന് ആരെങ്കിലും വരുമ്പോൾ മേലെയുള്ള ആൾക്കാർക്ക് ഇറങ്ങാൻ പറ്റില്ല, അങ്ങനത്തെ ഒക്കെ സ്ഥിതിയാണ്. അതുകൊണ്ട് ഞങ്ങൾ കയറിയതിന് ശേഷമാണ് അവർ ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പോൾ നേരത്തെ വന്ന വഴിയല്ലാതെ ഈ ഒരു വഴിയിലൂടെ പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇത് ഓഫ് റോഡാണ്. പക്ഷേങ്കിൽ ഞങ്ങൾ ഏകദേശം കുറച്ച് മുന്നോട്ട് എത്തിയപ്പോൾ 2 പേര് തിരിച്ച് വരുന്നുണ്ടായിരുന്നു. അവർ അതിന് മുന്നേ അങ്ങോട്ട് പോയിട്ടുള്ളതാണ്. അപ്പോൾ അവർ വരുന്ന കണ്ടപ്പോൾ ഞങ്ങൾ പിന്നെ വഴി അടച്ചിട്ടുണ്ടോ ചോദിച്ചു. അന്നേരം അവർ പറഞ്ഞത് 2 വലിയ ചേരപ്പാമ്പിനെ കണ്ടതുകൊണ്ട് തിരിച്ച് വരികയാണ്, അവിടെ മൊത്തം പാമ്പാണെന്ന്. പിന്നെ ഞങ്ങൾക്കും പേടിയായിട്ട് ഞങ്ങൾ പിന്നെ വന്ന വഴിയിലൂടെ തന്നെ തിരിച്ചു പോയി.
അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോയും ഞങ്ങളുടെ കനകമലയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ കമൻറ്റും സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ്